എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2021 ജനുവരി 9 നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയുടെ സൈക്കോളജിയുടെ ചോദ്യപേപ്പറാണ്. ഇതിൻ്റെ ആദ്യ 3 ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി 23ാമത്തെ ചോദ്യം മുതലുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. 23ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്ത ആശയങ്ങൾ പരിഗണിക്കുക. എ. ആശയാദാന മാതൃക അഥവാ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ബി. പ്രതിക്രിയാധ്യാപനം റെസിപ്രോക്കൽ ടീച്ചിങ്. സി. സംവാദാത്മക പഠനം ഡയലോജിക്കൽ ലേണിംഗ്. ഡി. കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ്. ഇവയിലേതാണ് ജെറോം എസ് ബ്രൂണറിന്റെ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ പറഞ്ഞതിൽ ഏതാണ് ജെറോം എസ് ബ്രൂണറിന്റെ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? എ ബി ശരിയാണ്, അഥവാ എയും ബിയും ആശയാദാന മാതൃകയും പ്രതിക്രിയാധ്യാപനവുമാണെന്നാണ് എ എന്ന ഓപ്ഷൻ പറയുന്നത്. ബിയിൽ ബി സി ശരിയാണ്, സി എ ഡി ശരിയാണ്, ഡി എല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് ആശയാദാന മാതൃകയും കണ്ടെത്തൽ പഠനവും ജെറോം എസ് ബ്രൂണറിന്റെ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. അപ്പം എന്താണ് ഈ ആശയാദാന മാതൃക, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, അതുപോലെ കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ് എന്താണ്? നമുക്കതൊന്ന് ചെറിയ തോതിൽ പരിശോധിക്കാം. ആദ്യം നമുക്ക് കണ്ടെത്തൽ പഠനത്തെക്കുറിച്ച് പറയാം. ഡിസ്കവറി ലേണിംഗ് എന്താണ്? ഡിസ്കവറി ലേണിംഗ് സാധാരണഗതിയിൽ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് പഠിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെ വിദ്യാർത്ഥി സ്വയം കണ്ടെത്തൽ രീതിയിലൂടെ പഠിക്കുകയാണ്. ഈ രീതി അഥവാ ഡിസ്കവറി ലേണിംഗ് അവതരിപ്പിച്ചത് ബ്രൂണർ ആണ്. ബ്രൂണറെ കുറിച്ചാണല്ലോ നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്രൂണർ ആണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. പഠിതാവ് തന്നെ അഥവാ വിദ്യാർത്ഥി തന്നെ സ്വയം കണ്ടെത്തൽ രീതിയിലൂടെ പഠിക്കുക. അധ്യാപകൻ അല്ല വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. വിവരങ്ങളെല്ലാം, പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ കുട്ടി സ്വയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അധ്യാപകൻ എന്താ ചെയ്യുക? അധ്യാപകൻ പ്രശ്നാവതരണം അഥവാ ഒരു പ്രോബ്ലം കുട്ടികൾക്ക് കൊടുക്കുന്നു. കുട്ടികൾ ആ പ്രശ്നം അഥവാ ആ പ്രോബ്ലം പരിഹരിക്കുന്നതിനുള്ള അന്വേഷണങ്ങൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് കുട്ടികൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? എങ്ങനെയാണ് പഠിക്കുന്നത്? നിരീക്ഷണം, തരംതിരിക്കൽ, അളക്കൽ, പ്രവചിക്കൽ, വിശദീകരിക്കൽ, നിഗമനത്തിലെത്തൽ, ഇതൊക്കെ കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ പഠിച്ചാലുള്ള ഗുണം എന്താണ്? നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. നമ്മൾ തന്നെ കണ്ടെത്തി പഠിക്കുകയാണെങ്കിൽ, ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഓർമ്മയിൽ ഒരുപാട് കാലം നിലനിൽക്കും. അതോടൊപ്പം തന്നെ നമ്മളിത് കണ്ടെത്തുമ്പോൾ, ഇങ്ങനെ ഗവേഷണം ചെയ്ത് കണ്ടെത്തുന്ന നേരത്ത് അത് നമുക്ക് വല്ലാത്തൊരു മോട്ടിവേഷൻ ഉണ്ടാക്കും പഠിക്കാനുള്ള. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തത് പഠനാന്തരണം. അതായത് ഈ പഠിച്ചവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് പഠിക്കാൻ നമുക്ക് വളരെയേറെ ഉപകാരപ്പെടും. അതുപോലെ പ്രോബ്ലം സോൾവിങ്, ഈ കാര്യങ്ങൾക്കൊക്കെ ഇത് സഹായകമാണ് ഡിസ്കവറി ലേണിംഗ്. അപ്പോൾ ഈ കൂട്ടത്തിൽ കണ്ടെത്തൽ പഠനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ആശയാദാന മാതൃക, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പരിശോധിക്കാം. ആശയാദാന മാതൃക, നമ്മളിപ്പോൾ കണ്ടെത്തൽ പഠന രീതിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ കണ്ടെത്തൽ രീതിയിൽ അധിഷ്ഠിതമായ ഒന്നാണ് ആശയാദാന മാതൃക. കണ്ടെത്തൽ പഠന രീതിയിൽ അധിഷ്ഠിതമാണ് ആശയാദാന മാതൃക. എങ്ങനെയാണ് ഈ രീതിയിൽ പഠിക്കുന്നത്? അധ്യാപകൻ കുറേ ഉദാഹരണങ്ങൾ കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കും. ആ ഉദാഹരണങ്ങളിൽ പോസിറ്റീവ് എക്സാമ്പിൾസും നെഗറ്റീവ് എക്സാമ്പിൾസും ഉണ്ടാവും. അതിനെ തുലനം ചെയ്തിട്ടാണ് കുട്ടികൾ ഇത് മനസ്സിലാക്കുക. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക എന്ന് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിലൂടെ മാത്സിലെ പോളിഗൺ എന്ന ആശയം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ടാണിത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു ഭാഗത്ത് പോസിറ്റീവ് എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നു, മറുഭാഗത്ത് നെഗറ്റീവ് എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നു. നമ്മൾ പോളിഗൺ ഇതാണ്. ഈ പോസിറ്റീവ് എക്സാമ്പിൾസിൽ പറയുന്നവയാണ് പോളിഗണുകൾ. നെഗറ്റീവ് എക്സാമ്പിൾസ് പറയുന്ന ഇതൊന്നും പോളിഗണുകളല്ല.
ഈ രണ്ട് തരം രൂപങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അത് തുലനം ചെയ്താൽ എന്താണ് പോളിഗൺ എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാം. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ ചിത്രം ഇത് ഒരു 3 ഡയമെൻഷനൽ ചിത്രമാണല്ലോ. എന്നാൽ ഇവിടെ ഒന്നും തന്നെ അങ്ങനെ 3 ഡയമെൻഷനൽ കാണാൻ സാധിക്കുന്നില്ല പോസിറ്റീവിൽ. അപ്പോൾ പോളിഗൺ 3 ഡയമെൻഷനൽ ആവില്ല. ഇനി ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതിങ്ങനെ കർവ്ഡ് ആണ്, അഥവാ വളഞ്ഞ രൂപത്തിലാണ്. ഇവിടെയും കാണാം വളഞ്ഞ രൂപത്തിൽ. പക്ഷേ ഇവിടെ എവിടെയും തന്നെ വളഞ്ഞ ഒരു രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഇതിവിടെ ഈ ചിത്രം നോക്കൂ നിങ്ങൾ, ഇതിവിടെ തുറന്നു കിടക്കുകയാണ്. ഈ ലൈനും തമ്മിൽ പരസ്പരം തൊട്ടിട്ടില്ല. ഇവിടെ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. പക്ഷേ ഇവിടെ പോളിഗൺ, ഈ പോസിറ്റീവ് എക്സാമ്പിൾസ് നോക്കൂ നിങ്ങൾ, അങ്ങനെ ഒന്നും തന്നെ തുറന്നു കിടക്കുന്നില്ല. എല്ലാ ലൈനുകളും പരസ്പരം മുട്ടിയിട്ടുണ്ട് ഓരോ രൂപത്തിലും, അല്ലേ? ഇതാണ് പോളിഗണിന്റെ പ്രത്യേകതയും. അതായത് അത് 3 ഡയമെൻഷനൽ ആവില്ല, 2 ഡയമെൻഷനൽ ആയിരിക്കും. പിന്നെ ഇങ്ങനെ തുറന്നു കിടക്കില്ല, ക്ലോസ്ഡ് ഷേപ്പ് ആയിരിക്കും. പിന്നെ ഇങ്ങനെ വളഞ്ഞ രൂപത്തിൽ ഉണ്ടാവില്ല, സൈഡുകളൊക്കെ സ്ട്രൈറ്റ് ആയിരിക്കും. 4 സൈഡ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിരിക്കും, വളഞ്ഞിട്ടുണ്ടാവില്ല. അത് തന്നെയാണ് പോളിഗൺ. 2 ഡയമെൻഷനൽ, ക്ലോസ്ഡ് ഷേപ്പ് വിത്ത് സ്ട്രൈറ്റ് സൈഡ്സ്. ഇതാണ് പോളിഗൺ. അപ്പോൾ ഇത് ഈ ഉദാഹരണങ്ങൾ ഇങ്ങനെ നെഗറ്റീവിനെയും പോസിറ്റീവും തമ്മിൽ തുലനം ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള പഠനത്തെയാണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടെത്തൽ പഠനം എന്താണ് എന്നും ആശയാധാന മാതൃക അഥവാ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്താണ് എന്നും നമ്മൾ മനസ്സിലാക്കി. അതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അത് രണ്ടുമാണ്. ഇനി സംവാദാത്മക പഠനം എന്താണ് എന്നുകൂടി നമുക്ക് നോക്കാം. സംവാദാത്മക പഠനം എന്ന് പറയുമ്പോൾ, സംവാദം എന്ന വാക്ക് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണല്ലോ. ഡയലോഗ്, സംവാദം. എന്താണ് സംവാദം? ഒരു ആശയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെക്കുറിച്ച് 2 അല്ലെങ്കിൽ അതിലേറെയോ പേര് പരസ്പരം ആദരവോട് കൂടിയിട്ട് ആശയങ്ങൾ പങ്കുവെക്കുന്ന രീതി, അതിനെയാണ് സംവാദം എന്ന് പറയാം. ആദരവോട് കൂടി എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സംവാദം എന്നാൽ പരസ്പരം ചീത്ത പറയലോ അവഹേളിക്കലോ അല്ല. അവിടെ ആശയങ്ങൾ ഉന്നയിക്കും, ആ ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്യും, അതിനെ അനുകൂലിക്കുന്നവർ അതിനെ ന്യായീകരിക്കും, അതിന് തെളിവുകൾ നിരത്തും, അതൊക്കെ ഉണ്ടാകും. അപ്പോൾ ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, വിയോജിപ്പുകൾ രേഖപ്പെടുത്താം, എതിരഭിപ്രായങ്ങൾ പറയാം, പിന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാം, കൂട്ടിച്ചേർക്കലുകൾ നടത്താം, അല്ലെ? ഈ രീതിയിലാണ് സംവാദം നടക്കുക. അങ്ങനെയാണ് നടക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്കറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ഈ സംവാദത്തിലൂടെ നടക്കുന്നു. അപ്പോൾ നമ്മളുടെ അറിവ് കൂടും, നമ്മളുടെ അറിവ് നല്ല ആഴവും പരപ്പുള്ളതായിട്ട് മാറും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഗ്രൂപ്പ് ചർച്ച, പൊതു ചർച്ച, പാനൽ ചർച്ച, സെമിനാർ, സിമ്പോസിയം, സംവാദം, ബ്രെയിൻ സ്റ്റോമിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇവയൊക്കെ സംവാദാത്മക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചർച്ചാരൂപങ്ങൾ എന്നാണ് ഇവയൊക്കെ വിളിക്കുന്നത്. അപ്പോൾ സംവാദാത്മക പഠനം എന്ന് പറഞ്ഞാൽ സംവാദത്തിന് കൂടുതൽ സാധ്യതയുള്ള പഠന കാഴ്ചപ്പാടിനാണ് സംവാദാത്മക പഠനം എന്ന് പറയുന്നത്. സംവാദത്തിന് കൂടുതൽ സാധ്യതയുള്ള പഠന കാഴ്ചപ്പാടിനെയാണ് സംവാദാത്മക പഠനം എന്ന് പറയുന്നത്. വിഗോട്സ്കി അല്ലെങ്കിൽ വൈഗോട്സ്കി എന്നും പറയാം. വിഗോട്സ്കി, ബ്രൂണർ തുടങ്ങിയ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദക്കാർ സംവാദത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പൊ ബ്രൂണർ സംവാദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ തന്നെയാണ്. എന്നാൽ നമ്മളിവിടെ ചോദ്യത്തിന് ഉത്തരം എഴുതിയപ്പോൾ സംവാദാത്മക പഠനം ബ്രൂണറിൻ്റെതായിട്ട് നമ്മൾ എഴുതിയിട്ടില്ല. അതിന് കാരണം എന്താണ്? ഓപ്ഷനിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ്. ഓപ്ഷനിൽ എയും ഡിയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എയും ഡിയും അതുപോലെ സിയും യഥാർത്ഥത്തിൽ ജെറോം എസ് ബ്രൂണറിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ഓപ്ഷനിൽ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അത് എഴുതാതിരുന്നത്. ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രതിക്രിയാധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ് എന്നാൽ എന്താണ് എന്നുകൂടി ലളിതമായിട്ട് നമുക്ക് നോക്കാം. 15ാമത്തെ ചോദ്യം വിശദീകരിച്ചപ്പോൾ നമ്മൾ റെസിപ്രോക്കൽ ടീച്ചിങ്ങിനെ കുറിച്ച് ചെറിയ തോതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് അല്പം കൂടി വിശദമായിട്ട് നോക്കാം. എന്താണ് റെസിപ്രോക്കൽ ടീച്ചിങ്? കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റെസിപ്രോക്കൽ ടീച്ചിങ് രൂപീകരിച്ചിട്ടുള്ളത്. എന്നാൽ വായനാ പരിശീലനത്തിന് വേണ്ടി മാത്രമല്ല, മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനും ഇത് ഉപകാരപ്രദമായ ഒരു രീതി തന്നെയാണ്.
ഇത് ബ്രൂണറുടെ കാഴ്ചപ്പാടനുസരിച്ചല്ല, വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെയാണ് ഈ റെസിപ്രോക്കൽ ടീച്ചിങ് രൂപീകരിച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാണ് പഠിപ്പിക്കുക? ആദ്യം വിദ്യാർത്ഥികളുടെ ഒരു സംഘം ഉണ്ടാക്കുക. ആ സംഘത്തിന് ഒന്നുകിൽ അധ്യാപകൻ അല്ലെങ്കിൽ മികച്ചു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി, ക്ലാസ്സിലൊക്കെ നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവരാണ് ആ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കേണ്ടത്. 4 ഘട്ടങ്ങളാണ് ഈ റെസിപ്രോക്കൽ ടീച്ചിങ്ങിൽ ഉള്ളത്. ഒന്ന് ക്വസ്റ്റ്യനിങ് അഥവാ ചോദ്യം ചോദിക്കൽ, രണ്ടാമത്തത് സമ്മറൈസിങ് സംഗ്രഹിക്കൽ, മൂന്നാമത്തതാണ് എക്സ്പ്ലെയിനിങ് അഥവാ വിശദീകരിക്കൽ, നാലാമത്താണ് പ്രെഡിക്കേറ്റിംഗ് അഥവാ പ്രവചിക്കൽ. ഇങ്ങനെ 4 ഘട്ടങ്ങളാണ് റെസിപ്രോക്കൽ ടീച്ചിങ്ങിന് ഉള്ളത്. 24 പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള നിയമങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് എഴുതുക. പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള നിയമങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് എഴുതുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഫോർ ദ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്? എ ഹ്യൂമൻ റൈറ്റ് ആക്ട്, ബി മെന്റൽ ഹെൽത്ത് ആക്ട്, സി പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റീസ് ആക്ട്, ഡി നാഷണൽ ട്രസ്റ്റ് ആക്ട്. ഇത് പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള നിയമങ്ങളിൽ പെടാത്തത് ഏതാണ്? അപ്പോൾ ഇവിടെ നമുക്ക് ബി എന്ന് നോക്കാം. മെന്റൽ ഹെൽത്ത്, മാനസിക പ്രശ്നങ്ങളുള്ള ആളുകളെ ആയിരിക്കാം ഒരുപക്ഷെ അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റീസ് ആക്ട്, അപ്പോൾ അതും വികലാംഗരായ ആളുകളെയൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം. നമുക്ക് ഊഹിച്ച് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ 2 ഹ്യൂമൻ റൈറ്റ് ആക്ട്, നാഷണൽ ട്രസ്റ്റ് ആക്ട്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ നിയമമാണ്. അപ്പോൾ അത് എല്ലാവർക്കും ബാധകമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അത് പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണ് ഹ്യൂമൻ റൈറ്റ് ആക്ട്, മനുഷ്യാവകാശ നിയമം. അപ്പോൾ ഇവിടെ ഒരു സംശയം, നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്താണ്? അതും കൂടി ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് ലളിതമായിട്ട് നമുക്ക് നോക്കാം. 1999 നാഷണൽ ട്രസ്റ്റ് ആക്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ വെൽഫെയർ ഓഫ് പേഴ്സൺസ് വിത്ത് ഓട്ടിസം, ഓട്ടിസം ബാധിച്ച വ്യക്തികൾ, അതുപോലെ സെറിബ്രൽ പാർസി, മെന്റൽ റിട്ടാർഡേഷൻ, അതുപോലെ മൾട്ടിപ്പിൾ ഡിസാബിലിറ്റീസ്, ഇതൊക്കെ ബാധിച്ചിട്ടുള്ള വ്യക്തികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ നിയമമാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട്. ഈ നിയമം നമ്മൾ ശ്രദ്ധിക്കുക. ഇത് പേര് വായിക്കുമ്പോൾ നമുക്ക് ഇത് പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കുള്ളതാണ് എന്ന് തോന്നുകയില്ല, പക്ഷെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം എ ആണ്, ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ചോദ്യം 25. താഴെ കൊടുത്ത പ്രസ്താവനയിൽ വായനാ വൈകല്യവുമായി അഥവാ ഡിസ്ലെക്സിയയുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? താഴെ കൊടുത്ത പ്രസ്താവനയിൽ വായനാ വൈകല്യവുമായി അഥവാ ഡിസ്ലെക്സിയ ബന്ധപ്പെടാത്തത് ഏതാണ്? ഡിസ്ലെക്സിയയുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? എ വായിക്കുമ്പോൾ ചില പദങ്ങൾ വിട്ടു വായിക്കുന്നു, ചില പദങ്ങൾ വായിക്കുന്നില്ല വായിക്കുമ്പോൾ, അതൊരു വായനാ വൈകല്യം തന്നെയാണ്. ബി നിർത്തേണ്ടിടത്ത് നിർത്താതെ വായിക്കുന്നു, അതും ഒരു വായനാ വൈകല്യം തന്നെയാണ്. സി 1-2 വരികൾ വിട്ടു വായിക്കുന്നു, 1-2 വരികൾ വായിക്കാതെ വിട്ടുപോകുന്നു, അതും വായനാ വൈകല്യം തന്നെയാണ്. അർത്ഥം മനസ്സിലാക്കാതെ വായിക്കുന്നു, അത് വായനാ വൈകല്യമല്ല. അപ്പോൾ ഡി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അർത്ഥം മനസ്സിലാക്കാതെ വായിക്കുന്നു, ഡിസ്ലെക്സിയയുമായി ബന്ധപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 26. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ വൈകാരിക ബുദ്ധിയുടെ അഥവാ ഇമോഷണൽ ഇന്റലിജൻസിന്റെ നിർവചനമായി കണക്കാക്കാവുന്നത് ഏതാണ്? താഴെ കൊടുത്ത പ്രസ്താവനകളിൽ വൈകാരിക ബുദ്ധിയുടെ അഥവാ ഇമോഷണൽ ഇന്റലിജൻസിന്റെ നിർവചനമായി കണക്കാക്കാവുന്നത് ഏതാണ്? എ വൈകാരികാവസ്ഥയെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവ്, ബി തൻ്റെയും മറ്റുള്ളവരുടെയും വൈകാരികാവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ്, സി സ്വയം പ്രചോദിതമാവുക, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ വൈകാരിക ബുദ്ധിയുടെ അഥവാ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ
നിർവചനമായി കണക്കാക്കാവുന്ന അഥവാ നിർവചനത്തിൽ വരുന്നത് ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ അതിൻ്റെ നിർവചനത്തിൽ പെടുന്നതാണ്. വൈകാരിക ബുദ്ധിയുടെ ഡെഫിനിഷനിൽ 5 കാര്യങ്ങളാണ് ഉള്ളത്. വൈകാരിക ബുദ്ധിയുടെ നിർവചനത്തിൽ 5 കാര്യങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. അത് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 1, നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക. നോയിങ് അവർ ഇമോഷൻസ്, അതാണ് ഒന്നാമത്തത്. 2, വികാരങ്ങളെ നിയന്ത്രിക്കുക. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക. ദേഷ്യം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുക. മാനേജിങ് അവർ ഇമോഷൻസ്, ദേഷ്യമായിരുന്നാലും സന്തോഷമായിരുന്നാലും ഏത് തരം വികാരങ്ങൾ വന്നാലും അവയെ നിയന്ത്രിക്കുക. 3, സ്വയം പ്രചോദിതമാവുക. മോട്ടിവേറ്റിംഗ് അവർ സെൽസ്. 4, മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയുകയും സ്വാധീനിക്കുകയും ചെയ്യുക. റെക്കഗ്നൈസിങ് ദ ഇമോഷൻസ് ഓഫ് അതേഴ്സ്. 5, ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഡീലിംഗ് റിലേഷൻസ് എഫക്റ്റീവ്ലി. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് വൈകാരിക ബുദ്ധിയുടെ ഡെഫിനിഷനിൽ ഉൾപ്പെടുന്ന, അതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവ നമ്മൾ മനഃപ്പാഠമാക്കുക. ഈ ചോദ്യം പോലെ, നേരത്തെ വന്ന ആ ചോദ്യം പോലെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടുന്ന മറ്റൊരു പോയിന്റ് ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഈ വൈകാരിക ബുദ്ധി എന്ന ആശയം ജോൺ മേയർ, പീറ്റർ സലോവെ എന്നീ 2 മനഃശാസ്ത്രജ്ഞര് 1990 രൂപപ്പെടുത്തിയതാണ്. അപ്പോൾ വൈകാരിക ബുദ്ധി എന്ന ആശയം രൂപപ്പെടുത്തിയത് ആരാണ്? ജോൺ മേയർ, പീറ്റർ സലോവെ. 1990 അതുണ്ടായത്. പിന്നെ വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതപ്പെട്ട മറ്റൊരു ഗ്രന്ഥമാണ് വൈകാരിക ബുദ്ധിശക്തി, ഇമോഷണൽ ഇന്റലിജൻസ്. അത് 1995 ഡാനിയൽ ഗോൾമാൻ ആണ് അത് എഴുതിയിട്ടുള്ളത്. അതും കൂടി നമ്മൾ ഓർത്തു വെക്കുക. 27, താഴെ കൊടുത്തവയിൽ ശരിയായ ജോഡി ഏതാണ്? താഴെ കൊടുത്തവയിൽ ശരിയായ ജോഡി ഏതാണ്? എ, ഉൾക്കാഴ്ചാ പഠനം, E.L. തൊണ്ടൈക്ക്. ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, E.L. തൊണ്ടൈക്ക്. ബി, പ്രതികരണ ചോദകം, B.F. സ്കിന്നർ. റെസ്പോൺസ് സ്റ്റിമുലസ്, B.F. സ്കിന്നർ. സി, ക്രമീകൃത ബോധനം, വൂൾഫ് ഗാങ് കോഹ്ലർ അഥവാ പ്രോഗ്രാംഡ് ലേണിംഗ്, വോൾഫ് ഗാങ് കോഹ്ലർ. ഡി, പ്രതികരണ ചോദകം, ഇവാൻ പാവ്ലോ. റെസ്പോൺസ് സ്റ്റിമുലസ്, ഇവാൻ പാവ്ലോ. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നതാണ് ചോദ്യം. ഇവിടെ ഉൾക്കാഴ്ച പഠനം, ഇത് യഥാർത്ഥത്തിൽ വൂൾഫ് ഗാങ്ങും കോഹ്ലറും കൂടിയിട്ട് അവരൊക്കെയാണ് അതിൻ്റെ വക്താക്കൾ. ഉൾക്കാഴ്ച പഠനത്തിൻ്റെ വക്താക്കളാണ് വൂൾഫ് ഗാങ്ങും കോഹ്ലറുമൊക്കെ. അതുകൊണ്ട് ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ഉൾക്കാഴ്ച പഠനം E.L. തൊണ്ടൈക്ക് എന്നത് തെറ്റാണ്. ക്രമീകൃത ബോധനം വൂൾഫ് ഗാങ് കോഹ്ലർ എന്നതും തെറ്റാണ്. പിന്നെ ബി ആണോ ഡി ആണോ ഉത്തരം എന്നതാണ് ചോദ്യം. പ്രതികരണ ചോദകം B.F. സ്കിന്നർ ആണോ ഇവാൻ പാവ്ലോ ആണോ? അപ്പോൾ അതിൻ്റെ ഉത്തരം ബി ആണ്. പ്രതികരണ ചോദകം അഥവാ റെസ്പോൺസ് സ്റ്റിമുലസ്, അത് B.F. സ്കിന്നർ ആണ് അതിൻ്റെ വക്താവ്. അപ്പോൾ ഇതാണ് ബി എന്ന ഓപ്ഷനാണ് ശരി. ചോദ്യം 28, J.P. ഗിൽഫോർഡിന്റെ ബുദ്ധിഘടനാ മാതൃകയിലെ അഥവാ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡലിലെ ശരിയായ അടിസ്ഥാന ഘടകങ്ങൾ ഏതാണ്? J.P. ഗിൽഫോർഡിന്റെ ബുദ്ധിഘടനാ മാതൃകയിലെ അഥവാ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡലിലെ ശരിയായ അടിസ്ഥാന ഘടകങ്ങൾ ഏതാണ്? എ, ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്ട്സ്. പ്രക്രിയകൾ, ഓപ്പറേഷൻസ്. ഏകകങ്ങൾ, യൂണിറ്റ്സ്. ബി, പ്രക്രിയകൾ, ഓപ്പറേഷൻസ്, ഉള്ളടക്കം, കണ്ടൻസ്, ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്ട്സ്. സി, ഉള്ളടക്കം, കണ്ടൻസ്, ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്ട്സ്, വിഭാഗങ്ങൾ, ക്ലാസസ്. ഡി, പ്രക്രിയകൾ, ഓപ്പറേഷൻസ്, ഉള്ളടക്കം, കണ്ടൻസ്, ബന്ധങ്ങൾ, റിലേഷൻസ്. ഇതിലേതാണ് ശരി എന്നാണ് ചോദ്യം. ആൻസർ ഏതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇതാണ് ഗിൽഫോർഡിന്റെ മോഡൽ ഓഫ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് ഇവിടെ 3 കാണുന്നില്ലേ? ഓപ്പറേഷൻസ്, പ്രൊഡക്ട്സ്, കണ്ടൻസ്. ഓപ്പറേഷൻസ്, പ്രൊഡക്ട്സ്, കണ്ടൻസ്. അവയുടെയൊക്കെ ഉപഘടകങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻസിൻ്റെ ഉപഘടകങ്ങൾ, ഇവാലുവേഷൻ, അങ്ങനെ
കണ്ടില്ലേ, ഇവിടെ ഉപഘടകങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഇപ്പം ഞാനിത് വിശദീകരിക്കുന്നില്ല, നമ്മുടെ ക്ലാസ്സിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. സൈക്കോളജി സംബന്ധമായ നമ്മുടെ 24 ക്ലാസ്സുകളുടെ കൂട്ടത്തിൽ ഇവ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഓപ്പറേഷൻസ്, പ്രൊഡക്ട്സ്, കണ്ടൻസ്. ചോദ്യം 29. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ അഥവാ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന കാഴ്ചപ്പാടിന് ഏറ്റവും യോജിച്ചത് ഏതാണ്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന കാഴ്ചപ്പാടിന് ഏറ്റവും യോജിച്ചത് ഏതാണ്? എ. ബുദ്ധിപരമായി പരിമിതി ഉള്ളവർ, മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ. ബി. പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്നവർ, ലേണിംഗ് ഡിസാബിൾഡ് ചിൽഡ്രൻ. സി. മറ്റു കാരണങ്ങളാൽ സമപ്രായക്കാരേക്കാൾ ശ്രദ്ധയും പരിഗണനയും ലഭിക്കേണ്ടവർ. ഡി. ശാരീരിക മാനസിക വൈകല്യമുള്ളവർ, ഫിസിക്കലി ആൻഡ് മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ. ഉത്തരം ഏതാണ്? ബുദ്ധിപരമായി പരിമിതിയുള്ളവർ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളാണ്. പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളും പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണ്. ശാരീരിക മാനസിക വൈകല്യമുള്ളവർ, ഡി എന്ന ഓപ്ഷൻ നോക്കിയാൽ അവരും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിൽ പറയാൻ പറ്റുന്നത് ഓപ്ഷൻ സി ആണ്. മറ്റു കാരണങ്ങളാൽ സമപ്രായക്കാരേക്കാൾ ശ്രദ്ധയും പരിഗണനയും ലഭിക്കേണ്ടവർ. അപ്പോൾ ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ സി എന്ന ഓപ്ഷൻ ആണ് ശരിയെന്ന് പറയാം. സി ആണ് ശരി. ചോദ്യം 30. തീവ്രമായ കരച്ചിൽ, നഖം കടിക്കൽ, തുള്ളിച്ചാടൽ എന്നിവ ശിശുവികാര പ്രതികരണങ്ങളാണ്. ഇവയെല്ലാം താഴെ പറയുന്ന ഏത് ശിശുവികാരങ്ങളുടെ പ്രത്യേകതകളിൽ പെടുന്നു? തീവ്രമായ കരച്ചിൽ, നഖം കടിക്കൽ, തുള്ളിച്ചാടൽ എന്നിവ ശിശുവികാര പ്രതികരണങ്ങളാണ്. ഇവയെല്ലാം താഴെ പറയുന്ന ഏത് ശിശുവികാരങ്ങളുടെ പ്രത്യേകതകളിൽ പെടുന്നു? എ. വൈകാരിക ദൃശ്യത, ഡിറ്റക്റ്റിബിലിറ്റി. ബി. ചഞ്ചലത, ട്രാൻസിറ്റോറിനസ്. സി. ആവൃത്തി, ഫ്രീക്വന്റ്. ഡി. സംക്ഷിപ്തത, ബ്രീഫ്നെസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, വൈകാരിക ദൃശ്യത അഥവാ ഡിറ്റക്റ്റിബിലിറ്റി. അപ്പോൾ എന്താണ് ഈ ഡിറ്റക്റ്റിബിലിറ്റി, ചഞ്ചലത, ആവൃത്തി, സംക്ഷിപ്തത? ഇതൊക്കെ ഒന്ന് നമുക്ക് ലളിതമായിട്ട് പരിശോധിക്കാം. കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, കുട്ടികളുടെ വികാര പ്രകടനവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എന്തെല്ലാമാണ് കുട്ടികളുടെ വികാരങ്ങളുടെ പ്രത്യേകതകൾ, ശിശു വികാരങ്ങളുടെ പ്രത്യേകതകൾ? അവ നമ്മൾ മനഃപ്പാഠമാക്കേണ്ടവയാണ്. ഒന്ന്, ശിശു വികാരങ്ങൾ ഹ്രസ്വായുസുള്ളവയാണ് അഥവാ ക്ഷണികത, കുറഞ്ഞ സമയം മാത്രമേ അവ നിലനിൽക്കുകയുള്ളൂ. പ്രായമാകുമ്പോൾ അങ്ങനെയല്ല, നമ്മുടെ വികാരങ്ങളൊക്കെ ദീർഘകാലം നിലനിൽക്കും. കുട്ടികളുടെ വികാരങ്ങൾ അല്പസമയത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതാണ് ഹ്രസ്വായുസുള്ളവയാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത്, കുട്ടികളുടെ വികാരങ്ങളൊക്കെ തീവ്രങ്ങളായിരിക്കും അഥവാ തീവ്രത. കുട്ടികൾ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശേഷിയില്ലാത്തവരാണ്. അതുകൊണ്ട് ചെറിയ വേദന ഉണ്ടായാലും വലിയ വേദന ഉണ്ടായാലും കുട്ടികൾ വളരെ ശക്തമായിട്ട് കരയും. സന്തോഷമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുട്ടികളുടെ വികാരങ്ങൾ തീവ്രമാണ് എന്നതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തത്, കുട്ടികളുടെ വികാരങ്ങൾ മാറി മാറി വരുന്നു അഥവാ കുട്ടികളുടെ വികാരങ്ങൾ ചഞ്ചലമാണ് എന്നതാണ് മൂന്നാമത്തെ പ്രത്യേകത അഥവാ ട്രാൻസിറ്റോറിനസ്. അത് കുട്ടികളുടെ വികാരങ്ങളുടെ പ്രത്യേകതയാണ്. കുട്ടികളുടെ വികാരം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്ന് മാറിപ്പോകും. ഒക്കെ നന്നായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഒരു കളിപ്പാട്ടം കൊണ്ടുപോയി കൊടുത്താൽ ഉടനെ തന്നെ കുട്ടി കരച്ചിൽ നിർത്തിയിട്ട് ചിരിക്കാൻ തുടങ്ങും. കണ്ണീരുണങ്ങുന്നതിന് മുമ്പ് തന്നെ കുട്ടി ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. അതാണ് കുട്ടികളുടെ വികാരങ്ങളുടെ പ്രത്യേകത. അതിങ്ങനെ മാറി മാറി വരുന്നു അഥവാ ചഞ്ചലത അല്ല ചഞ്ചലമാണ് കുട്ടികളുടെ വികാരം. നാലാമത്തതാണ്, കുട്ടികളുടെ വികാരങ്ങൾ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. അതിനെയാണ് വൈകാരിക ദൃശ്യത എന്ന് പറയുന്നത്, ഡിറ്റക്റ്റിബിലിറ്റി. മുതിർന്നവർക്കുള്ളിൽ എന്ത് വികാരമാണുള്ളത് എന്ന് നമുക്ക് ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഉള്ളിൽ ദേഷ്യം ആണെങ്കിലും മുഖത്ത് പുഞ്ചിരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അത് മുതിർന്നവരുടെ പ്രത്യേകതയാണ്. പക്ഷേ കുട്ടികൾ അങ്ങനെയല്ല. അവർക്ക് സന്തോഷം വന്നാൽ അവരിൽ അത് കാണാൻ സാധിക്കും. അവർ തുള്ളിച്ചാടിയേക്കും. എന്നാൽ സങ്കടം വന്നാൽ ആ സങ്കടം ഉള്ളിൽ ഒതുക്കുന്ന
ഒളിപ്പിച്ചു വെക്കാൻ കുട്ടികൾക്ക് കഴിയില്ല. അവർ അലമുറയിട്ട് വലിയ രൂപത്തിൽ തന്നെ കരയുകയും ചെയ്യും. അപ്പം അവരുടെ വികാരങ്ങൾ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും, വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ചോദ്യത്തിലുള്ളതും. തീവ്രമായ കരച്ചിൽ, നഖം കടിക്കൽ, തുള്ളിച്ചാടൽ, ഇതാണല്ലോ. ഇത് ഏത് ഇനത്തിൽപ്പെടുന്നു? ശിശുവികാരങ്ങളിലെ ഏത് ശിശുവികാരങ്ങളുടെ പ്രത്യേകതകളിൽ പെടുന്നു എന്നതാണ് ചോദ്യം. അതാണ് വൈകാരിക ദൃശ്യത അഥവാ ഡിറ്റക്റ്റിബിലിറ്റി, അഥവാ അവയെല്ലാം വ്യക്തമായിട്ട് നമുക്ക് കാണാനും നിരീക്ഷിക്കാനും സാധിക്കും. അഞ്ചാമത്തെ പ്രത്യേകതയാണ് ശിശുവികാരങ്ങൾ പെട്ടെന്ന് കെട്ടടങ്ങുന്നു എന്നത്, അഥവാ സംക്ഷിപ്തത, ബ്രീഫ്നെസ്. അതായത് കുട്ടികളുടെ വൈകാരിക അനുഭവങ്ങൾ പെട്ടെന്ന് കെട്ടടങ്ങും. എന്നാൽ മുതിർന്നവരുടെ വികാരം തുടർന്നുള്ള മാനസികാവസ്ഥയെ ബാധിക്കും. അവരത് കുറേ കാലം ഉള്ളിൽ വെച്ച് ഇങ്ങനെ കൊണ്ടു നടക്കും. അത് അവരുടെ പിന്നീടുള്ള മാനസികാവസ്ഥയൊക്കെ അത് സ്വാധീനിക്കാൻ വലിയ സാധ്യതയുണ്ട്. ആറാമത്തെ കാര്യം, ശിശുവികാര പ്രകടനം കൂടെ ഉണ്ടാകുന്നു. അതാണ് ആവൃത്തി അഥവാ ഫ്രീക്വന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും നമ്മളെ ഓപ്ഷനിലുള്ളവയാണ്. ഒരു ദിവസത്തിനുള്ളിൽ ഒരു കുട്ടി പ്രകടിപ്പിക്കുന്ന വികാരങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. പലതവണ ആ കുട്ടി സന്തോഷിച്ചിട്ടുണ്ടാകും, പലതവണ കുട്ടി ഒരു ദിവസം തന്നെ കരഞ്ഞിട്ടുണ്ടാകും. അതാണ് കൂടെ ഉണ്ടാകുന്നു, അതാണ് ആവൃത്തി. ചിലപ്പോൾ ഒരേ വികാരം തന്നെ നിരവധി തവണ ആവർത്തിച്ചെന്നും വരാം. പ്രായമാകുമ്പോൾ അങ്ങനെയല്ല, അത് ഈ വികാരങ്ങളുടെ ആവൃത്തി കുറഞ്ഞു വരും. ഏഴാമത്തത്, ശിശുക്കളുടെ 2 വൈകാരികാവസ്ഥകളുടെ ഇടവേള കുറവായിരിക്കും. അതാണ് ഏഴാമത്തെ പ്രത്യേകത. ശിശുക്കളുടെ വൈകാരികാവസ്ഥകൾ മാറി മാറി വരും. ഇത്തരത്തിലുള്ള 2 വൈകാരികാവസ്ഥകളുടെ ഇടവേള കുറവായിരിക്കും. സന്തോഷിച്ച ഉടനെ തന്നെ കുട്ടി സങ്കടപ്പെട്ടു എന്നും വരും. എന്നാൽ മുതിർന്നവരിൽ ഈ ഇടവേള വളരെ കൂടുതലായിരിക്കും. അപ്പം ഇതാണ് ശിശുവികാരങ്ങളുടെ പ്രത്യേകതകൾ. മനഃപ്പാഠമാക്കേണ്ടവയാണ്, പരീക്ഷയ്ക്ക് വരാൻ ഇനിയും സാധ്യതയുള്ളവയാണ്.